സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിന് അപ്രതീക്ഷിത തോൽവി. റെലഗേഷൻ സോണിൽ കിടന്നിരുന്ന എസ്പാനിയോൾ റയലിനെ അട്ടിമറിച്ചു. എതിരില്ലാത്ത ഒറ്റ ഗോളിനായിരുന്നു എസ്പാനിയോളിന്റെ വിജയം. പരാജയപ്പെട്ടെങ്കിലും ലാലിഗയിൽ റയൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. എസ്പാനിയോളിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിന്റെ 22-ാം മിനിറ്റിൽ വിനീഷ്യസ് ഗോൾ നേടിയെങ്കിലും ബിൽഡപ്പിൽ എംബാപ്പയുടെ ഫൗളിനെ തുടർന്ന് VAR ഗോൾ നിഷേധിച്ചു. ഗോൾരഹിതമായ ആദ്യ പകുതി അവസാനിച്ചു. രണ്ടാം പകുതിയിൽ ഗോൾ കണ്ടെത്താൻ റയൽ മാഡ്രിഡ് കണഞ്ഞ് ശ്രമിച്ചു. എന്നാൽ എസ്പാനിയോൾ കീപ്പർ യോവാൻ ഗാർഷ്യയുടെ മികച്ച സേവുകൾ മത്സരം ഗോൾരഹിതമാക്കി നിലനിർത്തി. ഒടുവിൽ 85-ാം മിനിറ്റിൽ എൽ ഹിലാലിയുടെ ക്രോസ് വലയിലേക്ക് പ്ലേസ് ചെയ്ത് കാർലോസ് റൊമേറോ എസ്പാനിയോളിന്റെ വിജയം ഉറപ്പിച്ചു. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 77% ബോൾ പൊസിഷൻ റയൽ മാഡ്രിഡിനായിരുന്നു. 21 ഷോട്ടുകൾ റയൽ മാഡ്രിഡിന് ആകെ തൊടുത്തു. 7 ഷോട്ട് ഓൺ ടാർഗറ്റ്. 793 പാസുകൾ 91% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. 5 ഷോട്ടുകളാണ് എസ്പാനിയോൾ തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. തോൽവിയോടെ ലാലിഗയിൽ 22 മത്സരങ്ങളിൽ 49 പോയിന്റുമായി റയൽ ഒന്നാം സ്ഥാനത്താണ്. 22 മത്സരങ്ങളിൽ 48 പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡാണ് 2-ാം സ്ഥാനത്ത്. വിജയത്തോടെ എസ്പാനിയോൾ 23 പോയിന്റുമായി 17-ാം സ്ഥാനത്തെത്തി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.